ബോഗൺവില്ല ഫ്ലവേഴ്സൊക്കെ ഏകദേശമൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. കുറേ ഉണ്ടായതൊക്കെ കരിഞ്ഞു പോയി, വീണ്ടും ഉണ്ടായതുണ്ട് ഇതിൽ കുറേ. പിന്നെ ഒന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അതാ ഏകദേശമൊക്കെ കഴിഞ്ഞു പോയി. ഇലകളാണ് ഇപ്പോൾ ധാരാളം, കുറേ നുള്ളിക്കളയണം. പിന്നെ നമുക്ക് വെയിലിൻ്റെ കുറവ് കാരണേ ഫ്ലവേഴ്സ് വളരെ കുറവാണ്. ഓരോ വർഷം തോറും മാവ് ഇങ്ങനെ വളർന്ന് വരുമല്ലേ. പിന്നെ ഇത് വെട്ടിക്കളഞ്ഞാലാണെങ്കിൽ നമുക്ക് നല്ല വെയിലുമോ. ഇവിടെ വരുമ്പോൾ എന്തൊരു കൂളിങ്ങാണെന്നറിയോ, എല്ലാവരും പറയും നമുക്ക് ഇവിടെ നല്ലൊരു കൂളിങ്ങാണെന്ന്. അപ്പോൾ ഇതാണ് കാരണം. പിന്നെ നന്നായിട്ട് മാങ്ങ ഉണ്ടാവാറുണ്ട്. കണ്ടോ അത്ര താഴെയാണ് മാങ്ങയൊക്കെ കിടക്കുന്നത് അറിയോ. കണ്ടില്ലേ, മുട്ടിയാണ് നിൽക്കുന്നത്. അപ്പം ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും. അപ്പോൾ വെട്ടിക്കളയാൻ തോന്നുന്നില്ല. ചെടികൾക്കാണെങ്കിൽ നന്നായിട്ട് വെയിലും വേണം, പ്രത്യേകിച്ച് ബോഗൺവില്ലയ്ക്ക്. വണ്ടികൾ സൗണ്ട് കൊണ്ട് കേൾവി കുറവുണ്ടാവും. അപ്പോൾ ഞാനിന്ന് ഇതിനൊക്കെ കുറച്ച് വളം കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഞാൻ 19 കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 19 ഇതാ ഈ ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ളതാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുണ്ടോ, അതാ കളറ് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമ്മുടെ പഞ്ചസാര തരി പോലെ കുറച്ചുകൂടെ വലുതാണെന്ന് മാത്രം. അപ്പോൾ അതിങ്ങനെ ഒരു പാക്കറ്റിലായിരുന്നു കേട്ടോ. ഇത് കുറേ നാളായി ഞാൻ വാങ്ങിച്ചിട്ട്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനി ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നന്നായിട്ട് വെള്ളത്തോട് കൂടി അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വലിച്ചെടുക്കാനും, പിന്നെ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടൊക്കെ ദ്രവിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേറെ നല്ലത് നമ്മൾ ഇങ്ങനെ ലയിപ്പിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഫ്ലവേഴ്സ് ഒന്നും കൂടെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കതിന് ഇപ്രാവശ്യം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ കുറച്ചൊക്കെ എല്ലുപൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ജോലി അതാണ് എനിക്ക്. നമ്മുടെ മൊക്കാറോടെ പ്ലാന്റ് ഇതാ ഫ്ലവേഴ്സൊന്നും തന്നില്ല, പക്ഷെ അതങ്ങനെ വളർന്ന് വരുന്നുണ്ട്. ഒരു വളർച്ച കുറവാണ് പൊതുവെ. ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.